സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് നിദാ ഖാത്തിന്റെ രണ്ടാം ഘട്ടം ആഗതമായിരിക്കുകയാണ്. പ്രവാസികൾക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണെങ്കിലും മണലാരണ്യത്തിലെ സ്വദേശിവൽക്കരണം പുതിയൊരു ചരിത്രത്തിലേക്ക് കടക്കുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണകൂടം കരുക്കൾ നീക്കുമ്പോൾ ഗൾഫ് സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവി എന്താകും? വിദേശികളെ ആശ്രയിക്കാതെ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള സൗദിയുടെ ഈ തീവ്ര ശ്രമം ആഗോള തൊഴിൽ വിപണിയെ എങ്ങനെയെല്ലാം ബാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വരാനിരിക്കുന്ന മാറ്റങ്ങൾ വെറുമൊരു നിയമപരിഷ്കാരമല്ല, ഒരു രാജ്യത്തിന്റെ അതിജീവന തന്ത്രം കൂടിയാണ്. സൗദി അറേബ്യയിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ വരുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനകം 3,40,000 പേർക്കാണ് തൊഴിൽ നൽകുക. ഈ തൊഴിൽ അവസരങ്ങൾ സ്വദേശികളെ മാത്രം ലക്ഷ്യമിട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികൾക്ക് ഈ അവസരങ്ങൾ ലഭിക്കുന്നതല്ല. ഇതിൽ ഇന്ത്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടെ പുറത്തു നിൽക്കേണ്ടി വരും. സ്വദേശികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുമ്പോൾ സ്വാഭാവികമായും വിദേശികൾക്ക് തൊഴിൽ കുറയും. നിദാ ഖാത്തിന്റെ രണ്ടാം ഘട്ടമാണ് സൗദി അറേബ്യ തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് സൗദി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാനാണ് സൗദിയുടെ നീക്കം. സ്വകാര്യ മേഖലയിലെ ജോലികളിൽ സ്വദേശികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സൗദി ഭരണകൂടം ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ കൂടുതൽ വിദേശികളാണ് ജോലി ചെയ്യുന്നത്. ഇവിടേക്ക് സ്വദേശികളെ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ വിദേശികൾ പുറത്താകും. തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറയ്ക്കുക, തൊഴിൽ വിപണിയിൽ മതിയായ വിഭവശേഷി ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക, ഉന്നത പഠനത്തിന് അവസരമൊരുക്കുക, വായ്പകൾ അനുവദിക്കുക, സ്വകാര്യ കമ്പനികളിൽ നിശ്ചിത എണ്ണം സ്വദേശികൾ വേണം എന്ന് നിഷ്കർഷിക്കുക തുടങ്ങിയ നടപടികൾ സൗദി ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ട നിദാ ഖാത്തിലേക്ക് കടക്കുമ്പോൾ നടപടികൾ വേഗതയേറും. 3 വർഷത്തിനകമാണ് 3.5 ലക്ഷത്തോളം സൗദിക്കാർക്ക് ജോലി അവസരം ലഭിക്കാൻ പോകുന്നത്. വനിതകൾ കൂടുതലായി ജോലി ചെയ്യാൻ എത്തുന്നു എന്നതും സൗദിയിലെ പുതിയ മാറ്റമാണ്. 2026 മുതൽ 2029 ഡിസംബർ വരെയാണ് രണ്ടാം ഘട്ട പദ്ധതിയുടെ കാലാവധി. സൗദിയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വകാര്യ മേഖലയിൽ ജോലി നൽകും. എന്നാൽ സ്വദേശികൾക്ക് ജോലി നൽകുമ്പോൾ സ്വകാര്യ മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക എന്ന ഭാരിച്ച ദൗത്യം കൂടി അധികൃതർക്ക് മുന്നിലുണ്ട്. വിദേശികളെക്കാൾ ഉയർന്ന ശമ്പളം സ്വദേശികൾക്ക് നൽകേണ്ടതുണ്ട്. ഇത് സ്വകാര്യ കമ്പനികൾക്ക് ബാധ്യത ഇരട്ടിയാക്കും. സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല തീരുമാനമാണെങ്കിലും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാലികേറ മല തന്നെയാണ്. സ്വകാര്യ കമ്പനികൾ സൗദിയിൽ നിന്ന് പിന്നോക്കം പോകാൻ ഇത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ സ്വദേശികളുടെ എണ്ണം കൂട്ടുന്നതിനൊപ്പം സ്വകാര്യ മേഖലയുടെ വളർച്ച ഉറപ്പാക്കുകയും സൗദി ഭരണകൂടത്തിന്റെ ലക്ഷ്യമാണ്. നിദാ ഖാത്തിന്റെ ആദ്യഘട്ടം 2022 ആരംഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 5.5 ലക്ഷം സൗദി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാൻ സാധിച്ചു. ഇപ്പൊ ലക്ഷ്യമിടുന്നത് 3,40,000 പേർക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ടം നിദാ ഖാത്ത് വലിയ വിജയമാണെന്നാണ് സൗദി അവകാശപ്പെടുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക ഭൂപടം വലിയൊരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സ്വന്തം ജനതയുടെ ക്ഷേമത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ഭരണകൂടം കൈക്കൊള്ളുന്ന ഈ കർശന നടപടികൾ പ്രവാസികൾക്ക് തിരിച്ചടിയാണെങ്കിലും അത് മാറ്റമില്ലാതെ യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. സ്വകാര്യ കമ്പനികളുടെ ലാഭക്ഷമതയും സ്വദേശികളുടെ തൊഴിൽ നൈപുണ്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വരും വർഷങ്ങളിൽ റിയാദിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിദാ ഖാത്തിന്റെ ഈ മുന്നേറ്റം പൂർണ്ണമാകുമ്പോൾ സൗദി വിപണിയിൽ വിദേശികളെക്കാൾ പ്രാദേശിക മുഖങ്ങൾക്കായിരിക്കും മുൻതൂക്കം. മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൈപുണ്യ വികസനത്തിലൂടെ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുക എന്നതാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതെ, സൗദി അറേബ്യ സ്വദേശിവൽക്കരണത്തിന് മുൻതൂക്കം നൽകി പോവുകയാണ്. ഈ 3,40,000 പേര് സ്വദേശികളാണ്. ഇവർക്കാണ് പുതിയ തൊഴിലവസരങ്ങൾ വരുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്.